IVF-ന് എത്ര സ്റ്റേജസ് ഉണ്ട്, എങ്ങനെയാണ് ഈ ട്രീറ്റ്മെന്റ് പൂർത്തിയാവുന്നത്, എത്ര സമയം എടുക്കും എന്നൊക്കെ നമുക്ക് ഇപ്പം നോക്കാം. സോ IVF-ന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ലേഡിയുടെ മെൻസ്ട്രേഷന്റെ സെക്കൻഡ് ഓർ തേർഡ് ഡേ, അതായത് യൂട്രസും ഓവറീസും എല്ലാം ഒരു തണുത്ത രീതിയിൽ ഒരു കാം സ്റ്റേറ്റിൽ ഉണ്ടാവുമ്പോൾ അതിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ബേസിക്കലി ഇത് ഓവറീസ്. അപ്പം സാധാരണ രീതിയിൽ ഒരു 10-12 അണ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഓവറിയിൽ ഈ മെൻസ്ട്രേഷന്റെ തുടക്ക സമയത്ത്. അതിൽ നിന്ന് ഒരു മുട്ട മാത്രമേ വളർന്ന് പൊട്ടത്തുള്ളൂ. അതിനുള്ള ഹോർമോൺ സെക്രീഷൻ മാത്രമേ നമ്മുടെ ബോഡി ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മൾ IVF-ൽ ഇതേ ഹോർമോൺ തന്നെ കുറച്ചുകൂടെ ഹയർ ഡോസ്, അല്ലെങ്കിൽ ഒരു മുട്ടയ്ക്ക് മാത്രമല്ല അവിടെയുള്ള ആ 2 ഓവറിയിൽ നിന്നുള്ള എല്ലാ മുട്ടകളും വളരാൻ വേണ്ടിയിട്ടുള്ള ഡോസിൽ നമ്മൾ കൊടുക്കും. ബാക്കി ഡിസ്ട്രോയിഡ് ആവാൻ പോകുന്ന മുട്ടകളെ കൂടെ നമ്മൾ വളർത്തി നമുക്കത് യൂസ്ഫുൾ ആക്കാൻ നമ്മൾ ശ്രമിക്കും. സോ ഈ ഇഞ്ചെക്ഷൻസ് ഒരു 10-12 ദിവസം വരെ എല്ലാ ദിവസവും എടുക്കേണ്ടി വരും. അതിന്റെ നടുക്ക് നമ്മൾ സ്കാൻ ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, ഈ ഇഞ്ചെക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന റെസ്പോൺസ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അവസാനം ഒരു 10 അല്ലെങ്കിൽ 12 ദിവസത്തിൽ ഈ എഗ് എല്ലാം മെച്യൂറായി റെഡി ടു ബേസ്റ്റ് എന്ന രീതിയിൽ ഉണ്ടാവുമായിരിക്കും. ആ സമയത്ത് നമ്മളിത് തന്നെ ബേസ്റ്റ് ആവുന്നതിന് മുമ്പേ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു സെഡേഷൻ എന്ന് പറയുമ്പോൾ ഫുൾ അനസ്തീഷ്യ അല്ല, നമുക്ക് ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് കാണും, പക്ഷെ ഒരു ഡീപ്പ് സ്ലീപ്പിനകത്ത് പോകും. ആ സെഡേഷനിൽ നമ്മൾ വജൈനലി ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട്, നീഡിലും വാക്യൂം പമ്പ് യൂസ് ചെയ്ത് ഈ എഗ് എല്ലാം നമ്മൾ പുറത്തെടുക്കും. ആ ദിവസം തന്നെ ഈ എഗ്ഗും സ്പേമിൻ്റെ കൂടെ ചേർക്കാനുള്ള പ്രൊസീജിയറാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്.